അങ്ങനെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഹൈക്കിങ്ങിനായിട്ട് വേണ്ടിയിട്ട് റാസൽ ഖൈമയിൽ സ്റ്റെയർ വേസ് ടു ഹെവനിലേക്ക് എത്തി. രാവിലെ 6-6:30 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സൂര്യനൊക്കെ ഉദിച്ചതുകൊണ്ട് അവിടെ ഒരു പൊട്ടുപോലെ കാണുന്നതാണ് സൂര്യൻ. അങ്ങനെ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെല്ലാവരുമായിട്ട് നമ്മൾ 7 പേരടങ്ങുന്ന ഒരു ടീമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് ഇത്രയും ഉണ്ടെന്ന് വിചാരിച്ചില്ല, പക്ഷേ എന്നാലും ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, എല്ലാവർക്കും ഈസി ആയിട്ട് പോകാൻ പറ്റും. എന്നാലും കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അത്യാവശ്യം സ്റ്റീപ്പുണ്ട്, സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഏകദേശം നമ്മളൊരു 1 വേ തന്നെ ഒരു 6 hours എടുത്ത് ടോപ്പിലോട്ട് എത്താനായിട്ട് വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് നിങ്ങൾ കാണുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രമാണ് കാണുന്നത്. നമ്മൾ തുടങ്ങി ഒരു മണിക്കൂർ എടുത്തേ ഉള്ളൂ ഇവിടെ വരെ എത്തിയത്. ജസ്റ്റ് അവിടുത്തെ ഒരു റോക്ക് ഫോർമേഷനും ഇവിടുത്തെ മരങ്ങളും നാടിൻ്റെ അത്ര ഒരു പച്ചപ്പും ഭംഗിയൊന്നും ഇല്ലെങ്കിലും സാധാരണ നോർമലി ഒരു UAE താമസിക്കുന്ന ഒരാൾക്ക് സിറ്റി ലൈഫിനെ സംബന്ധിച്ച് ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. അത്യാവശ്യം വീക്കെൻഡുകളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ കൂടെയാണിത്. നമുക്ക് ക്യാമ്പിങ്, ഫയർ ക്യാമ്പിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒന്ന് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇവിടെ. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നെക്സ്റ്റ് ടൈം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ സെക്കൻഡ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും.